നായർ, വർമ്മ എന്നൊക്കെ പേരിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഈഴവൻ എന്നുള്ള പേരിൽ ഒരാൾ രംഗത്ത് വരുന്നത് കാണുന്നത്. സാറേ, ഇന്ന പേരുകൾ ഞാൻ പറഞ്ഞു. വാര്യര്, മേനോൻ, സിനിമാ ലോകത്ത് അതെ. എത്രയോ പേരുകൾ, നമ്പൂതിരി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പേര്. ഞാനിട്ടപ്പോൾ ജാതി അല്ലേ സാറേ, ഇതാണ് സാറേ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ASFൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. CPI-യുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? ലക്ഷക്കണക്കിന് വരുന്ന ഈഴവരുൾപ്പെടുന്ന, ദളിതരുൾപ്പെടുന്ന പിന്നോക്കക്കാരായ കുട്ടികൾക്കും വേണ്ടി കൂടിയാണ് ആ EWS എന്ന് പറയുന്ന സവർണ സംവരണത്തിന് എതിർത്ത് വോട്ട് ചെയ്തത്. ആകെ മുസ്ലിം ലീഗ് മാത്രമേ ഉണ്ടായുള്ളൂ. അതെ, സ്വാഭാവികമായിട്ട് അതൊരു വലിയൊരു പോരാട്ടമാണ് ആ എതിർത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അഗ്രഹാരത്തിലെ പട്ടിണിയെ കുറിച്ച് കോടിയേരി പറയുന്നത്. അതെ അതെ, പഞ്ചതൊഴിലാളികളുടെ വീട് 2 ലക്ഷവും അഗ്രഹാരത്തിലെ പട്ടിണിക്ക് 8 ലക്ഷവും, അതായത് വീട് പണിയാൻ. CPM ഞങ്ങളെ തല്ലിയത് മുഴുവൻ ആരാണ്? ഈഴവരും മുസ്ലിംവരും ദളിതരായിരുന്നു. ഞങ്ങളവർക്ക് ഇതിൽ കേസ് പോലും കൊടുത്തില്ല. കാരണം എന്താണ്? ഞങ്ങൾ അവർക്കും കൂടി വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉത്തമ ബോധമുണ്ട്. ഞങ്ങൾ അവരുടെ മക്കൾക്കും കൂടിയാണ്. ചിലപ്പോൾ ഒരു പാവങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ അവരുടെ മക്കളെ കൊന്നാവരും അവർ CPM വേണ്ടി നാളെ ജയിൽ വിളിക്കാൻ പോകും. പോട്ടെ, മക്കൾ പ്രശ്നം വരുന്നത്, അതുകൊണ്ടാണ് CPM കൊന്നത് കേട്ടോ. എന്തായാലും കേരളത്തിൽ ഉറക്കെ പറയേണ്ട ഒരു രാഷ്ട്രീയത്തെയാണ് അങ്ങ് പ്രതിനിധീകരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് സിനിമാ സംവിധായകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഈഴവനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സിനിമയും രാഷ്ട്രീയവും ഒക്കെ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം. സ്വാഗതം. സന്തോഷം. ആദ്യം നമുക്ക് ഈ പേരിലെ കൗതുകത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നായർ, വർമ്മ എന്നൊക്കെ പേരിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഈഴവൻ എന്നുള്ള പേരിൽ ഒരാൾ രംഗത്ത് വരുന്നത് കാണുന്നത്. എന്താണ് ആ പേര് സ്വീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. സത്യത്തിൽ 2019 തോന്നുന്നു, ഞാൻ മേരിക്കുട്ടി സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഞാൻ പ്രശാന്ത് ഈഴവൻ എന്നുള്ള പേര് ടൈറ്റിൽ കാർഡിൽ വരുന്നത്. അന്ന് സംവിധായകൻ രഞ്ജിത് ശങ്കറാണ്. രഞ്ജിത് ശങ്കർ സാറിനോടും അപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ, ആൾക്കതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സഹോദരനെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, നാരായണഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ സഹോദരനെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ജാതി ചിന്ത പുലർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ജാതി പറയരുത്, ചിന്തിക്കരുത്. എന്നാൽ ജാതിയെ പൊളിക്കാൻ ആവശ്യമാണെങ്കിൽ, ജാതിയുടെ അസമത്വങ്ങളെ ഒക്കെ പൊളിക്കാൻ, തകർക്കാൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ജാതി പറയണം, ചിന്തിക്കണം, പറയണം. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ടും കൂടിയാണ്. പിന്നെ 21-ാം നൂറ്റാണ്ടിൽ ജാതിവാലുകളുടെ പ്രസക്തി അല്ലെങ്കിൽ വലിയ ആശ്ചര്യവും കൗതുകവും തോന്നുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉയർക്കാൻ, ഇപ്പം ചേട്ടൻ ചോദിച്ച പോലെ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. മറ്റുള്ള പേരുകളൊന്നും കേൾക്കുമ്പോൾ ആരും നെറ്റിച്ച് വിളിക്കില്ല. ഇല്ല. ഈ പേര് കേൾക്കുമ്പോൾ ഒരു ചുളിവ് വരും. അപ്പോൾ 21-ാം നൂറ്റാണ്ടിലും ആരൊക്കെയാണ് ഇവിടെ ജാതി പറയുന്നത്, പ്രകടമായിട്ട് പ്രത്യക്ഷത്തിൽ ആരൊക്കെയാണ് ജാതി പറയുന്നത് എന്നുള്ള ചിന്തകൾക്കും ചർച്ചകൾക്കും വരെ സാധ്യതയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആണ്. പിന്നെ മാത്രമല്ല, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സവർണ വിഭാഗങ്ങളാണ് പൊതുവെ എന്നല്ല 99% ഇടുന്നത്, ഈ ജാതിവാലുകൾ ഇടുന്നത്. അവരൊക്കെ ഇടുമ്പോൾ പലപ്പോഴും അതൊരു പേര് പോലെ സ്വീകരിക്കപ്പെടുകയാണ്. നോർമലാണ് നമ്മളിടുമ്പോൾ മാത്രം. അപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ ജാതിയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അപ്പൊ ആളിപ്പോ നിഷ്കളങ്കായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന പേരുകൾ ഞാൻ പറഞ്ഞു. വാര്യര്, മേനോൻ, സിനിമാ ലോകത്ത് എത്രയോ പേരുകൾ, നമ്പൂതിരി ഇതൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ പേര്. ഞാനിട്ടപ്പോ ജാതി അല്ലേ സാറേ, ഇതാണ് സാറേ ജാതി എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അത് ശരിയണ്ടെന്ന് പറഞ്ഞിട്ട് ആളത് അംഗീകരിച്ചു. അങ്ങനെ അപ്പം അങ്ങനെ ഒരു ചെറിയ ലക്ഷ്യമല്ല പേരിട്ടതിനുള്ളിൽ, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പേര് തന്നെ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പേരിട്ട് ഒരാൾ ഇപ്പോൾ ASF പോലെയുള്ള സംഘടനയിൽ പ്രവർത്തിച്ചാണ് അങ്ങ് വന്നത്. ഇപ്പോൾ ASF എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാന CPI ആണ്. അപ്പോൾ ASFൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ നേതൃതലത്തിൽ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ CPI-യുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? അതായത് അത് വളരെ വൈകാരികമായ ഒരു ഇമോഷണലാണത്. അച്ഛനൊക്കെ പണ്ടേ പാർട്ടിയാണ്, പൊതുവെ CPI ആണ്. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം എനിക്കും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന കാലത്ത് ഒരു കുടുംബ സംഗമത്തിൽ പോവുകയും ഞാനങ്ങനെ എൻ്റെ വേറെ സൗഹൃദങ്ങളെ ഞാൻ കണ്ടെത്തുകയും അങ്ങനെ ഞാൻ AUF ആയതിനു ശേഷമാണ് ISF-ലേക്ക് പോകുന്നത്. പിന്നെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മെമ്മോറിയൽ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് കോളേജിൽ ചേരുകയും അങ്ങനെ ഒരു തീവ്ര ISF-കാരനായി എന്നൊക്കെ പറയാം.
ഒരുതരം ആളുകളൊക്കെ പറയുന്നത് CPI തീവ്രവാദി എന്നാണ്. അങ്ങനെയൊക്കെ വിളിച്ചിരുന്നൊരു കാലമുണ്ട്. അങ്ങനെ ഇതിൽ പോരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അതിനുശേഷം അവിടെ UC ആയിരുന്നു ഒരു തവണ. SFI ആയിട്ടുള്ള മത്സരത്തിലാണ് വിജയിക്കാൻ സാധിച്ചത്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാരവാഹിയായിട്ടുണ്ടായിരുന്നു. ISF എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര വൈകാരിക അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണ്. CPM അപേക്ഷിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ, വളരെ സൗഹാർദ്ദവും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് പലപ്പോഴും. തൃശ്ശൂരാണെങ്കിൽ പറയാമല്ലോ, കൊല്ലം തൃശ്ശൂരൊക്കെയാണ് CPIയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ തന്നെ AISFൻ്റെ മുന്നോട്ട് പോക്കിന് പലപ്പോഴും വിഘാതമാകുക എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹോദര സംഘടനയായ CPMൻ്റെ വിദ്യാർത്ഥി SFI ആണ്. കൃത്യമായ ഫാസിസ്റ്റ് സംഘടന SFI. AISF എവിടെയെങ്കിലും യൂണിറ്റ് തുടങ്ങിയാൽ പോലും അടിച്ചൊതുക്കുന്ന സമീപനം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ആ വെല്ലുവിളികളൊക്കെ പല അതിജീവിച്ചാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുപോരുക എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായിരുന്നു. 2019 സവർണ്ണ സംവരണം പാസ്സാക്കപ്പെട്ടത്. അന്ന് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് രാജിവെച്ചാണ്. അതിനുശേഷം ഞാൻ കുറച്ചു കാലം കൂടി AIUF ഒക്കെ ആയിട്ട് തുടരാമെന്ന് ആലോചിച്ചു. പക്ഷേ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AIUFിൻ്റെ സമ്മേളനങ്ങളെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ വൈപ്പിൻ, പിന്നെ ഇടുക്കി, മലപ്പുറം ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഒരു DYFിലൊന്നും ചർച്ച പോലുമില്ല. അപ്പോൾ AIUF എന്ന് പറഞ്ഞ സംഘടനയിൽ ഇത് നിരന്തരം ചർച്ചയായിരുന്നു. ഈ മണ്ഡലങ്ങളിലൊക്കെ സവർണ്ണ സംവരണത്തിനെതിരെ കൃത്യമായ പ്രമേയമൊക്കെ പാസ്സാക്കപ്പെട്ട് ദേശീയ സമ്മേളനത്തിൽ വരെയും തർക്കെത്തി. അതിനുശേഷം ഈ ദേശീയ സമ്മേളനത്തിൽ ഈ ഒരു 4 വർഷം മുമ്പ് കണ്ടെന്ന് തോന്നുന്നു, ഇതിനെതിരെ ഒരു കൃത്യമായി ഇത് ശരിയല്ല, സവർണ്ണ സമരം തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ പബ്ലിക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഷെയർ ചെയ്ത് സുനിച്ചേട്ടനാണ്, VS സുനിൽകുമാർ മുൻ കൃഷിമന്ത്രി ഷെയർ ചെയ്തിരുന്നത്. കേരളത്തിലെ ഒരു AIUFിൻ്റെ നേതാവിന് പോലും ഇത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര സങ്കടകരമാണ്. അപ്പോൾ സംഘടന എന്നുള്ള അർത്ഥത്തിൽ പിന്നെ AIUFിന് എന്താണ് അതിനൊരു ഐഡൻറ്റിറ്റി ഇല്ലാതായി മാറി. അപ്പോൾ വളരെ ദുഃഖകരമാണ്. അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാനുണ്ടായത്. പിന്നീട് ശ്രീനാരായണ ദർശനവേദി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അതിനിടയ്ക്ക് കുറച്ച് കാലം CPM ലിബറേഷനായിട്ട് സഹകരിച്ചിരുന്നു. കാരണം ആകെ ഫ്രസ്ട്രേഷൻ വരെയാണ്. കാരണം ഈ ജനധനം മുഴുവൻ വഞ്ചിച്ച് ഒരു പറ്റിക്കലിൻ്റെ അതുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വളരെ പ്രശ്നമുണ്ടാക്കി. അത് CPI ഒട്ടുമിക്ക നേതാക്കളായിട്ട് അത്രയും അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് സുനിച്ചേട്ടൻ, രാജച്ചേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ. അതായത് നമുക്ക് പക്ഷേ അവിടെ ഒരു തിരിച്ചറിവിലേക്ക് അങ്ങ് എത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ വർഗരാഷ്ട്രീയം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. പക്ഷേ ഈ വർഗരാഷ്ട്രീയത്തിൻ്റെ ചില പരിമിതികളുണ്ട്. അത് കൃത്യമായിട്ടും സമ്പത്തിനെ മുന്നിൽ വെക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗോവിന്ദൻ മാഷ് വരെ പറഞ്ഞു, പാവപ്പെട്ടവർ എന്ന പദം ഇനി ഞങ്ങൾ ഉണ്ടാവില്ല. ഇനി അതായത് 10 കൊല്ലം ഭരണം കിട്ടിയിട്ട് അത് നടന്നിട്ടില്ല. ഇനി കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ ആ സംഗതി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ളത് പാവപ്പെട്ടവരും പണക്കാരനും തമ്മിലുള്ള സംഘർഷമാണ് ലോകത്ത് നടക്കുന്നത്. വർഗസംഘടന നടക്കുന്നു. അത് ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള സംഘടനം, പിന്നെ അത് ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും അത് ഉള്ളത്. അപ്പോൾ അത് ഗോവിന്ദ മാഷ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ പ്രത്യയശാസ്ത്രം. അപ്പോൾ അവിടെയാണ് പിന്നെ സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ജാതി സങ്കീർണതകളെ അഡ്രസ്സ് ചെയ്യാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് വിഘാതമായി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അതിൽ തന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. CPM ഉണ്ടായപ്പോൾ തുടങ്ങി CPM ഈ ലൈനാണ്. CPI പക്ഷേ ഈ ലൈനായിരുന്നില്ല. CPI EMS ആണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ EMSനെ തിരുത്തി തന്ന് അച്യുതമേനോൻ, NE ബൽറാമൊക്കെയാണ്. NE ബൽറാം സവർണ്ണ സമുദായം, NE ബൽറാമിന്റെ പുസ്തകം വരെ ഉണ്ട്. 57 തന്നെ EMS ശ്രമിച്ചു നോക്കി. അതായത് EWS നമുക്ക് വേണമെങ്കിൽ EMS ഇതാണെന്ന് വിളിക്കാം. കാരണം CPM ആയതിനു ശേഷം EMS അത് അപ്ലൈ ചെയ്ത് അത് ഇപ്പോഴെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ പറ്റി. നേരെ മറിച്ച് ഞാനത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ CPIക്ക് വലിയ കാപറ്റുണ്ടെന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും ഈ കഴിഞ്ഞ എൻ്റെ ശരിക്കും തമാശല്ല, വല്ല ദയനീയതയാണ്. കഴിഞ്ഞ പോണ്ടിച്ചേരി കോൺഗ്രസ്സിൽ വലിയ വാർത്തയായിരുന്നു, റിപ്പോർട്ടർ എല്ലാത്തിലും. CPI സാമ്പത്തിക സംവരണത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഖ്യധാര പാർട്ടി പിൻവാങ്ങിയിട്ട് അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ യുവജന സംഘടനാ നേതാക്കളുണ്ട്. അതിനെക്കുറിച്ച് ഒരു പത്രവാർത്ത കൊടുക്കാൻ അവരെ പാർട്ടി നയം AIUF നേരത്തെ തിരിച്ചിട്ടും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രത്തോളം CPMന് കീഴടങ്ങി ജീവിക്കുന്ന CPMൻ്റെ ഹിന്ദുത്വ നയങ്ങൾക്ക് CPM വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമോഫോബി പടർത്തുന്ന രീതിയിൽ പല സമയങ്ങളിലും ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സവർണ്ണ ഹിന്ദുത്വ സവർണ്ണ ടൂളാണ്. ഈഴവ സമുദായത്തിന് യാതൊരു ഗുണവും ഈഴവ സമുദായത്തിന് മുന്നോട്ട് പോകുന്ന യാതൊരുവിധ ഗുണവും ചെയ്യാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഈഴവ സമുദായത്തിനും അറിയാം. അപ്പോൾ അവരൊക്കെ ഉപയോഗിച്ച് കൃത്യമായി ഇസ്ലാമോഫോബിയെ പടർത്താൻ CPM ശ്രമിക്കുമ്പോൾ ആ CPMന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത പാർട്ടിയായിട്ട് CPI പോകുന്നത് ദുഃഖകരമാണ്. കാരണം അവർക്കൊരു നിലപാടുണ്ട്, പറയാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ
നയമായിരിക്കും. സി പി എമ്മിൻ്റെ നയമാണ് ഈ പറഞ്ഞ പോലെ. അത് ഇപ്പോൾ ഒരർത്ഥത്തിൽ ഈ പറയുന്ന സി പി എമ്മിനൊപ്പം നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് തടസ്സം തന്നെയാണെന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഉറപ്പായിട്ടും അവർ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു അതിലൊരു കൗതുകം എന്ന് വെച്ചാൽ സണ്ണി എം കബിക്കാടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. അതായത് കപ്പപ്പുഴുക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചത്. പിന്നെ അവരുടെ ബുദ്ധിജീവികൾ ഇപ്പോഴും ഞാൻ പണ്ട് കപ്പപ്പുഴുക്കിന് വേണ്ടി കാത്തിരുന്നിരുന്നു, കപ്പയുടെ വണ്ടി വരുന്നത് കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സാഹിത്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശപ്പാണ് പ്രശ്നം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് തന്നെയാണ് എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോഴും ഈ ഒരു മനസ്സിലാകായ്മ വരുന്ന ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗം തന്നെയായിരിക്കും. ഉറപ്പായിട്ടും. അപ്പോൾ ഏറ്റവും കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നോക്കക്കാരനും ദളിത് സമുദായത്തിൽ പെടുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം സമുദായത്തിൽ പെടുന്നവരൊക്കെ കൂടിയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. കാരണം അവരുടെ സമുദായത്തിന് അവരുടെ മുന്നോട്ട് പോക്കിനെയൊക്കെ ഇല്ലാതാക്കുന്ന, അവരുടെ കുട്ടികളുടെ ഭാവി ജീവിതം തകർക്കുന്ന, അവിടെ വിശപ്പ് കൊണ്ട് മാത്രമല്ല, മനുഷ്യന് അന്തസ്സാണ് വേണ്ടത്. ആത്മാഭിമാനത്തിന് വരെയും അന്തസ് ലഭിക്കുമ്പോൾ വിശപ്പ് മാറും, അതിന് മാർഗങ്ങളുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഹൃദയപൂർവ്വം സേവാഭാരതി അറിയാൻ. കാരണം ഇവർ ചാരിറ്റി പ്രവർത്തനം അല്ല രാഷ്ട്രീയ പ്രവർത്തനം, രണ്ടാണ്. ചാരിറ്റി പ്രവർത്തനം മോശം എന്ന അഭിപ്രായക്കാരനല്ല. അവിടെ ക്യൂ നിൽക്കുന്നത്, അവിടെ അരി മേടിക്കാനും ചോറ് മേടിക്കാനും ക്യൂ നിൽക്കുന്നത് 99% ഈ കേരളത്തിലെ ഈഴവരാതി ദളിത് പിന്നോക്ക മുസ്ലിം ജനതയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലില്ല. ഞങ്ങളെ എല്ലാ കാലവും നിങ്ങളിപ്പോൾ ക്യൂ നിർത്താനുള്ള ജനതയാക്കി മാറ്റാതെ അവർക്ക് ഐഡൻറ്റിറ്റി ഉള്ള സവർണ്ണ സംവരണം പോലുള്ള നിയമങ്ങൾ മൂലം നമ്മളുടെ കുട്ടികൾക്ക് ഭാവി ജീവിതം ഇല്ലാണ്ടാവാണ്. അവർ ഉദ്യോഗം നേടി, അവർ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാ കാലവും അരി മേടിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ക്യൂ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു സമീപനമല്ലേ ഇവർ പലതിലും ഉൾക്കൊള്ളുന്നത്. ഭയങ്കര സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഹിന്ദുത്വ പാർട്ടിയാണ്. ഞാൻ പറയാം സവർണ്ണ ഹിന്ദുത്വ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നാണ്. സി പി എം കുറേ കാലമായിട്ട് പറയാം. അംബേദ്കർ വിശേഷിപ്പിച്ചത് അന്വർത്ഥമായി എന്ന് പറയാം. സത്യം. RSS അജണ്ട, കൃത്യമായ RSS അജണ്ട കേരളത്തിൽ ഈ രാജ്യത്ത് ആദ്യം നടപ്പിലാക്കി വിടാം. CPM കാർമ്മികത്വത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം നടക്കുന്നു. അതാണ് CPM നേതൃത്വത്തിലാണ് കൃത്യമായിട്ട്. അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? കേരളത്തിൽ കൃത്യമായ ഒരു പിന്നോക്ക ദളിത് മുസ്ലിം മൂവ്മെൻറ്റ് ഉണ്ടാവണം. അതിനെനിക്ക് തോന്നുന്നത് സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പരിമിതിയാണത്. കാരണം അങ്ങയുടെ ഒരു ശ്രദ്ധേയമായ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ്. അതായത് കേരളത്തിലെ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ മുസ്ലിം ലീഗിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റാണ്. ഉറപ്പായിട്ടും ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനൊക്കെ നടത്തുന്നൊരു മുസ്ലിം വിരുദ്ധത ഉണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈഴവ സമുദായത്തിൻ്റെ ഈ പറഞ്ഞ ഒരു ഗുണത്തിനും ഒരു സമുദായ ദ്രോഹി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനത എന്ന് പറഞ്ഞാൽ 35 ചിലപ്പോൾ 30% ഉണ്ടാവും, സെൻസസ് എടുത്തിട്ടില്ല, ഒരു 70% ഈഴവ മുസ്ലിം ജനതയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഈഴവരുൾപ്പെടുന്ന ദളിതരുൾപ്പെടുന്ന പിന്നോക്കക്കാരായ കുട്ടികൾക്കും വേണ്ടി കൂടിയാണ് ആ EWS എന്ന് പറയുന്ന സവർണ്ണ സംവരണത്തിന് എതിർത്ത് വോട്ട് ചെയ്തത്. ആകെ മുസ്ലിം ലീഗ് മാത്രമേ ഉണ്ടായുള്ളൂ. സ്വാഭാവികമായിട്ട് അതൊരു വലിയൊരു പോരാട്ടമാണ് ആ എതിർത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത്. വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതെല്ലാ കാലവും നിലനിൽക്കും, എല്ലാ കാലവും. അപ്പോൾ എല്ലാ കാലവും ഈ നിയമം അതിക്രൂരത നിറഞ്ഞ നിയമമാണ്. 5 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി ജീവിതമാണ് സത്യത്തിൽ തകർത്തെറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എവിടെയും എന്നും പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തിലെ ഈഴവരാതി ദളിത് പിന്നോക്ക ജനത മുസ്ലിം ലീഗിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉപയോഗിക്കുന്നത് ഇവരെയാണ്. അതാണ് എൻ്റെ വേറൊരു, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചാവാൻ, കൊടി പിടിക്കാൻ, നമുക്ക് ഒരു ജാഥകളിൽ നോക്കിയാൽ കാണാം 6 മാസം പ്രായമായ കുഞ്ഞിനെടുത്ത് വരെയും ജാഥയ്ക്ക് പോകുന്ന ആളുകളെ കാണാൻ പറ്റും. അവർക്ക് എന്നിട്ട് കൊടുക്കുന്നത് എന്താണ് തിരിച്ച്? സംവരണം പോലെ സമ്മാനങ്ങൾ. എല്ലാ കാലവും ഒരു അടിമയായിട്ട് ഉണ്ടാവും. കൂടെ നേരത്തെ ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് CPM കാർമ്മികത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? അതായത് അതിലെ ഏറ്റവും വലിയ ടൂളായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയെ ഉപയോഗിക്കുകയാണ്. അതായത് ഈഴവരെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണ് ഭയങ്കര കൃത്യമായിട്ട്. അത് അപകടകരമായൊരു കാര്യമാണ്. അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാളുകളിൽ ചിലപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരനെ ഇപ്പോഴും ഡോക്ടർ പൽപ്പൊക്കെ നയിച്ച പോലത്തെ ശ്രീനാരായണ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ഇത് കേരളത്തിൽ നടപ്പിലാവില്ല. ഇപ്പോൾ ലീഗ് ഇത് സത്യത്തിൽ മുസ്ലിം ലീഗ് എൻ്റെ അറിവിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേരളത്തിൽ. അപ്പോൾ പിണറായി വിജയൻ അപ്പം തന്നെ നിർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ വേണമെങ്കിൽ പറയാം. അതായത്
ഇവരിവിടെ സമുദായ ദുർവിവരം ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് അന്ന് ചിലപ്പോൾ SNDP പ്രസ്ഥാനം പോലുള്ള കരുത്തുറ്റ പ്രസ്ഥാനം, KPMS അത്രയുള്ള കരുത്തുറ്റ പ്രസ്ഥാനമല്ല, ഉണ്ടായിരുന്നെങ്കിൽ ലീഗിന് ഇതിൻ്റെ ഒപ്പം കട്ടയ്ക്ക്, അതായത് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ആർജവത്വം, അത് ചില പരിമിതികളാണ്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അത് കാരണം അവിടെ ഇസ്ലാമോഫോബിക് എലമെൻറ്റുകൾ ഇവർ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നാളെ വരില്ല എന്നും നമുക്ക് ആഗ്രഹിക്കണമല്ലോ, വരാൻ സാധ്യതയുണ്ട്. കാരണം നാളുകളിലെങ്കിലാണെങ്കിലും ഈ സമൂഹം തിരിച്ചറിയും ഈ ക്രൂരത. മാത്രമല്ല ഈ CPIയുടെ സ്റ്റേറ്റ്മെൻറ്റും പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം എന്നും എല്ലാ കാലവും CPM ഇങ്ങനെ പോകുമെന്നും പറയാൻ പറ്റില്ല. കാരണം CPM കൃത്യമായ ഹിന്ദുത്വ പാർട്ടിയാണ്. അത്രത്തോളം ഹിന്ദുത്വ CPIയിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ്. കേരളം മതേതര പക്ഷത്ത് നിലകൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലീഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ CPIയിലൊന്നും UDFയിലും ഒക്കെ അങ്ങനത്തെ ഒരു സാധ്യതകളുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ. ഇപ്പോൾ VT ബൽറാം അത് ഒരു സവർണ്ണ സമുദായം കൊണ്ട്, എന്നാലും അദ്ദേഹം സവർണ്ണ സമരത്തിന് നിരന്തരം എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, പിന്നെ അനൂപ്യാർ, അങ്ങനെ കുറേ പേരുണ്ട് UDFിൻ്റെ ഉള്ളിൽ തന്നെ. ലീഗ് പ്രത്യക്ഷത്തിൽ തന്നെ ഇതിനെതിരാണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രതീക്ഷ. ഈ സംവരണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ, ഇപ്പോൾ പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു 80s 90s ഘട്ടത്തിലൊക്കെ ഇറങ്ങിയ ഒരുപാട് സിനിമകളുണ്ട്. അതായത് ക്ഷയിച്ച ഇല്ലങ്ങൾ, അവിടുന്ന് സർക്കാർ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പോകുന്നു, പക്ഷേ അവിടുന്ന് നായരായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ച, T. ദാമോദരൻ പറയിപ്പിച്ച അടിവേരുകൾ വരെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു ജാതിബോധത്തെ അല്ലെങ്കിൽ ഒരു കേരളത്തിലേക്ക് നിക്ഷേപിച്ച ഒരു സിനിമകൾ കുറേ കാലത്തൊരു ഒരു പണിയായിരുന്നു. ഒരുപാട് പിന്നോക്കാരിൽ വരും ആ തോന്നലുണ്ടാക്കാൻ പറ്റി. പാവങ്ങൾ സത്യത്തിൽ ദാരിദ്ര്യമായിട്ടൊരു ബന്ധമില്ലല്ലോ സംവരണത്തിന്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ ജനിച്ച ആളുകളെന്ന് പറയും, അത് ഈഴവരും മുസ്ലിങ്ങളൊക്കെ പറയും ഇതൊക്കെ നിർത്തേണ്ട കാലമായി. ആ അർത്ഥത്തിലേക്ക് ചർച്ച എത്തിക്കാൻ വരെ ഇതിനൊരു സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അഗ്രഹാരത്തിലെ പട്ടിണിയെ കുറിച്ച് പറയുന്നത്. അതെ പഞ്ചതൊഴിലാളികളുടെ വീട് 2 ലക്ഷവും അഗ്രഹാരത്തിലെ പട്ടിണിക്ക് 8 ലക്ഷവും, അതായത് വീട് പണിയാൻ. അപ്പോൾ പിന്നൊന്ന് ആലോചിച്ച് നോക്കണം ഇതിന്റെ മാനദണ്ഡം. ഞാൻ എപ്പോൾ സത്യത്തിൽ അവരിൽ പാവങ്ങളുണ്ടോയെന്ന് എനിക്ക് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സവർണറിലെ പാവങ്ങളെ എന്തായാലും ദരിദ്രരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് സർക്കാർ. അതിന് പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകാം, അവരെ ഉൾപ്പെടുത്താൻ കൂടുതലും. അവരെ പോകാൻ കിട്ടില്ല. അല്ല അതാണ് അതിൽ ഉൾപ്പെടുത്താൻ വരുമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റേഷൻ കട വഴി ഭക്ഷണങ്ങൾ കൊടുക്കാം, പാർപ്പിട സൗകര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കാം. സംവരണം അതല്ല. സംവരണം പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാന തത്വത്തെ തന്നെ ഇല്ലാതെ സാമ്പത്തികമായിട്ടൊരു കണക്ഷൻ ഇല്ല. അപ്പം അതാണ് എൻ്റെ പ്രശ്നം. അത് ഈ പറയുന്ന പാവങ്ങളായ പിന്നോക്കാരെ വരെയും ഇതിനകത്ത് പ്രതിരോധങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനാകെ 3 മെമ്പർമാരെന്നുണ്ടായിരുന്നു. ആ 3 മെമ്പർമാർ ചെയ്യാൻ കഴിയുന്നത് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുക എന്നുള്ളത് മാത്രം. അത് അവർ ചെയ്തു. അത് അതിൻ്റെ ഫലം എന്ത് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ അതിനൊരു നന്ദി വാക്ക് പോലും കേരളത്തിൽ ഒരു സംഘടനകളൊന്നും കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്രതിരോധങ്ങൾ പല നിലക്ക് നടക്കേണ്ടതുണ്ട്. അതിലേറ്റവും നല്ലൊരു പ്രതിരോധം അങ്ങയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതായത് ഒരു സിനിമ, അതായത് ഈ ജാതി പിള്ളേരാണ് ഇഷ്ടം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമയിലേക്ക് എത്താനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? അതായത് പലപ്പോഴും സവർണ്ണ സംവരണം നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഈ പറഞ്ഞ പിടി കിട്ടണില്ല എളുപ്പത്തിൽ. അപ്പോൾ 3 കൂട്ടുകാരൊരു പിള്ളേരുടെ എന്നൊക്കെ ഉള്ളൊരു കഥ, ചെറുകുറിപ്പ്. അങ്ങനെ ഞാനതിൻ്റെ ഒരു BEd കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് സമുദായത്തിൽ ജനിച്ച എൻ്റെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ അവളോട് ഈ കുറിപ്പ് ഇത്തിരി പ്രശ്നമാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറിപ്പ് ആദ്യത്തിനെ വിളിച്ച് ഞാനൊരു ഷോർട്ട് ഫിലിമായിട്ട്, അത് ഷോർട്ട് ഫിലിം എന്നുള്ള തുടങ്ങിയിട്ട 30 മിനിറ്റ്, പിന്നെ നമ്മൾ 1 മണിക്കൂറിലൊക്കെ മുകളിലായത്, 1 മണിക്കൂർ 12 മിനിറ്റാണ്. അങ്ങനെ ഞാൻ അതിനോട് പറഞ്ഞാൽ കുറിപ്പ് എടുക്കുന്നുണ്ട്. ഒപ്പം അത് ഞാൻ കുറിപ്പ് പൊളിച്ച് കുറേ ക്യാരക്ടേഴ്സിന് ഇൻക്ലൂഡ് ചെയ്ത് കുറേ ഡയലോഗുകൾ പറയില്ല, സീൻ ബേസ് കയറി. അങ്ങനെ 2, 3, 4, 5 കഥാപാത്രങ്ങൾ വന്ന് 2 CPMകാരൻ്റെ മക്കളാണ്. അങ്ങനെ 4 കുട്ടികളുടെ സൗഹൃദങ്ങളിലൂടെ, 4 പേരെ അങ്ങനെ സൗഹൃദങ്ങളുടെ സുഹൃത്തുക്കൾ SLC പാസ്സായി പോകുന്നു. അപ്പോൾ ഇത് ആ കുറിപ്പിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നെ ഇതിൻ്റെ ഫണ്ടൊക്കെ വലിയ ഭാഗ്യമുണ്ടായി. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയിൽ നിന്നാണ് എനിക്ക് ഫണ്ട് കിട്ടിയത്. അതിന് കാരണക്കാരനായത് AISFൻ്റെ മുൻകാല നേതാവ് ഫൈസൽക്കാണ്. പുള്ളി ഷൂട്ടിങ്ങിനിടയിൽ മരണപ്പെട്ട് ആക്സിഡൻ്റായിട്ട്. ശിവഗിരിയിലാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പറ്റിയത്. അയ്യങ്കാളിൽ നിന്ന് ഇതിന് ട്രെയിലർ ഇറക്കാൻ പറ്റിയത്. ഒന്നാലോചിക്കണം, ആദ്യത്തെ പേരിട്ടിരുന്നത് ചോക്കൂത്തിമോനും പന്നപ്പലേനും ഒരു തീവ്രവാദി കാക്കയുന്നായിരുന്നു. ആ പേരിനാണ് പള്ളിയിൽ നിന്ന് ഫണ്ട് കിട്ടുകയും ആ പേരിനാണ് ശിവരിമഠ സന്യാസി സ്വിച്ച് ഓൺ കർമ്മം ചെയ്തത്. കാരണം ഈ സിനിമ ഉയർത്തുന്നൊരു നീതിയുടെ, നന്മയുടെ, രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാൻ എൻ്റെ നാട്ടിൽ തന്നെ പള്ളിയും ഗുരുവിൻ്റെ ശിവഗിരിയും ഉണ്ടായി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ
എന്തൊരു നിയോഗമോ നിമിത്തമോ എന്നൊക്കെ പറയണ പോലെ അങ്ങനെ. അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതായത് വേറൊരു ലക്ഷ്യം ഉണ്ടായില്ല, ആളുകളിലേക്ക് എത്തിക്കുക. ഞാൻ ആലോചിക്കണം, ഞാൻ 10 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യേണ്ട ആളാണ്. ഒരു ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രൊഫൈലിനൊക്കെ വേണമെങ്കിൽ ബാധിക്കാം സാധ്യതയുണ്ട്. കാരണം നമ്മൾ ക്രൗഡ് ഫണ്ടിങ് പൈസയൊക്കെ ആ കൂട്ടുകാരികൾ കടം പേടിച്ച് സോഫറിന് ഒരുപാട് സഹായിച്ചിട്ടാണ്. ചില ഒരു കൂട്ടുകാരുടെ മാലയൊക്കെ പണയം വയ്ക്കാതെ ബാങ്കിൽ ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ എങ്ങനെയൊക്കെ അവസാനം നമ്മളിത് ഇറക്കി. എന്തൊക്കെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ, അതല്ലെങ്കിൽ ഈ സ്വത്ത് രാഷ്ട്രീയം, സാമുദായിക രാഷ്ട്രീയം, ഇതൊക്കെ വർഗീയതയായിട്ടാണ് CPM വ്യാഖ്യാനിക്കുന്നത്. അതായത് സംഘപരിവാർ പറയുന്ന അതുപോലെ തന്നെയാണ്. അതായത് ഒരു മതരാഷ്ട്രം സ്വപ്നം കാണുകയും ആ മതരാഷ്ട്രത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് വേറൊരു മതരാഷ്ട്രം, ന്യൂനപക്ഷങ്ങളുടെ മതരാഷ്ട്രം വരാൻ പോകുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാർമ്മികത്വത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ബൈനറി സൃഷ്ടിക്കുകയാണ്. കൃത്യമായ അജണ്ട. ഇത് എങ്ങനെ കേരളത്തെ ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്? അതായത് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഒരു എല്ലാം പരിപൂർണ്ണമായി ശരിയായിക്കൊള്ളുന്നില്ല. എൻ്റെ തോന്നലുകൾ ഞാൻ ഷെയർ ചെയ്യാണ്. ഈ സാമുദായിക രാഷ്ട്രീയവും മതരാഷ്ട്രീയവും ഒക്കെ രണ്ടും രണ്ടായിട്ടാണ് കണ്ടത്. മുസ്ലിം ലീഗിനൊക്കെ ഇപ്പോൾ ഒരു സാമുദായിക പാർട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. SRP ഒരു സാമുദായിക പാർട്ടിയായിരുന്നു പണ്ട് ഗുരുവിൻ്റെ. പക്ഷേ പേര് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുകൊണ്ട് ഒരു മന്ത്രി പേരുണ്ടായിരുന്നു. പക്ഷേ ആ സാമുദായിക പാർട്ടി ഇല്ലാതായി പോയത് ഈഴവ സമുദായത്തിന് യാതൊരു വിധത്തിലും സാമുദായിക ഐക്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം അവർ നേരിടുന്ന പ്രതിസന്ധികളും അവർ നേരിടുന്ന അനീതികളും വരെ അറിയാത്തൊരു സമുദായമായിട്ട് അവരെ മാറ്റിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ പറയും മുസ്ലിം സമുദായ പാർട്ടിനെ കണ്ടു പഠിക്കണം. അതായത് അല്ലാണ്ട് അവർ പിന്നെ ഈ ബൈനറി ഉണ്ടാക്കുന്നത് കൃത്യമായ അജണ്ട വെച്ചിട്ടാണ്. എനിക്കതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അവർ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിപ്രായം ശരി. ഹിന്ദു രാഷ്ട്രം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു വേറെ തോട്ട് പറയണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. ചിലപ്പോൾ അതൊരു ഫാസിസ്റ്റ് രാഷ്ട്രമാവും. ഞാൻ ശ്രീനാരായണ ദർശനം ഇതിലെ പ്രവർത്തനമാണ്. ഞാനൊരു ശ്രീനാരായണ ദർശനങ്ങളുടെ രാഷ്ട്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സംഘടന കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനം സർവാധിപത്യം എന്നാണല്ലോ. അതെ. അപ്പോൾ കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ, നന്മ നീതിയുടെ രാഷ്ട്രമാണ്. പിന്നെ രാമരാജ്യം പറയണ്ട വേറെ. ഇതിനു വേണ്ടി ആരെ കൊല്ലാനും ഇതാണ് ശരിയെന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള ആളുകളൊക്കെ സുഡാപ്പി വിളി ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. അങ്ങും അതിൻ്റെ ഇരയാണോ? ഇടയ്ക്ക് കിട്ടും. പിന്നെ എൻ്റെ നാട്ടിൽ അങ്ങനെ പറയാം, കൊടുങ്ങല്ലൂർ ഇടതുപക്ഷം ഉൾപ്പെടെ ഇടതുപക്ഷത്തിൽ CPM ഉൾപ്പെടെ ആളുകൾക്ക് ആയിട്ട് അത്യാവശ്യം ആത്മാവെന്നുള്ളവരാണ്. ഇപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ്റെ നവകേരള ബസ് വന്നപ്പോൾ ഞാൻ ശ്രീനാരായണ ദർശന ഭാഗമായിട്ട് ഞാനും ബിപിൻ ദാസയുടെ കൂടി ബസ്സിന് കറുത്ത ബാനർ ഉയർത്തി. ഞങ്ങളെ തല്ലിയെ മുഴുവൻ ഒറ്റ CPIക്കാരെ ഞങ്ങളെ തല്ലിയില്ല. പറയാം, എല്ലാവർക്കും അറിയാം CPM ഞങ്ങളെ തല്ലിയത് മുഴുവൻ ആരാണ്? ഈഴവരും മുസ്ലിംവരും ദളിതരായിരുന്നു. ഞങ്ങളവർക്ക് ഇതിൽ കേസ് പോലും കൊടുത്തില്ല. കാരണം എന്താണ്? ഞങ്ങൾ അവർക്കും കൂടി വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉത്തമ ബോധമുണ്ട്. ഞങ്ങൾ അവരുടെ മക്കൾക്കും കൂടിയുണ്ട്. ചിലപ്പോൾ ഒരു പാവങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ അവരുടെ മക്കളെ കൊന്നാവരും അവർ CPM വേണ്ടി നാളെ ജയിൽ വിളിക്കാൻ പോകും. പോട്ടെ, മക്കൾ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് CPM കൊന്നത് കേട്ടോ, അത് നീ അറിയാണ്ടാണെന്ന് അവരെ പഠിപ്പിക്കും മാർക്സിയൻ ടൂൾ വെച്ചിട്ട്. എന്നിട്ട് നാളെ അവർ വീണ്ടും പോകും. ഞാൻ പറഞ്ഞത് അവരുടെ കുട്ടികൾക്കും കൂടി വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ കേസ് പോലും കൊടുത്തില്ല. കൊടുങ്ങല്ലൂർ എല്ലാവർക്കും അറിയാം. അന്ന് കൊടുങ്ങല്ലൂർ CPM അനുഭാവികൾ ഉൾപ്പെടെ CPIക്കാർ സ്വാഭാവികമായിട്ട് ഞങ്ങൾ മർദ്ദിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അവിടെ കോൺഗ്രസോ BJP ആരും പ്രതിഷേധത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമാണ്, ശ്രീനാരായണ ദർശനവേദി മാത്രമാണ് പ്രതിഷേധിച്ചത്. അപ്പോൾ കേരളത്തിൽ കുറേ കാലമായിട്ട് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഈ സാമുദായിക ധ്രുവീകരണത്തിനൊക്കെ കാരണമായത് മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചതാണ്. അന്നും CPM സാമുദായിക സന്തുലിതത്വം തകർന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. BJP ഒപ്പമായിരുന്നു അത് പറയാൻ. അതെ ചില സമയത്ത് രണ്ടുപേരും ഒരുപോലെ വന്നു. അതെ. അപ്പോൾ പക്ഷേ UDF വരുമ്പോഴാണ് ഈ സന്തുലിതത്വം ഒക്കെ ചർച്ചയാവുക. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു അവകാശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അർഹതപ്പെട്ടതാണോ എന്ന് പോലും നോക്കാതെ അതിനെ എതിർക്കുന്ന ഒരു രീതി CPM പിന്തുടരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ 2 മന്ത്രിസഭകൾ കഴിഞ്ഞു. പുതിയ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ പോവാണ്. ഈ മന്ത്രിസഭകളിലെ സാമുദായിക സന്തുലിതത്തെക്കുറിച്ച് ആർക്കും ഒരു ചർച്ചയില്ല. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഒന്നാമത്തത് എപ്പോഴും പറഞ്ഞു വെച്ചാൽ CPM നിലനിർത്തുന്നത് തന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈഴവ ദളിത് സമുദായങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിലേക്കാണെങ്കിൽ മുസ്ലിം സമുദായങ്ങളുണ്ട്, കൊടുവല്ലൂരൊക്കെ ഉൾപ്പെടെ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ വലിയ പ്രശ്നമാണ്. എന്നാലോചിക്ക് എന്തൊരു നെഗറ്റിവിറ്റി, ഈ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഇവരുണ്ടാക്കുന്ന പുരോഗമനമൊക്കെ എന്ത് കാപട്യമാണെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഇവിടെ ഒരു അർഹതപ്പെട്ട അവരുടെ പ്രാതിനിധ്യം അവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 മന്ത്രി വരെ വേണമെങ്കിൽ ആകാമെന്നാണ് എനിക്ക് തോന്നുന്നത് ലീഗിന്. ആ സമയത്ത് അത്രയും 72 സീറ്റ് കണ്ടല്ലേ UDF കാലത്ത് ഉണ്ടായിരുന്നു. 20 സീറ്റ് മുസ്ലിം ലീഗിനാണ്. യെസ്. അപ്പോൾ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോഴാണ് ഈ പ്രശ്നം. സാമുദായിക ധ്രുവീകരണം, സാമുദായിക താല്പര്യം ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് BJP പറയുന്നു, CPM പറയുന്നു, എല്ലാവരും പറയുന്നു.
ഇപ്പം മന്ത്രിസഭ എടുത്ത് നോക്കിയാൽ 11 പേരാണ്. 10 പേര് മന്ത്രിമാർ. ഇതൊന്ന് കരയോഗം മീറ്റിംഗ് ആണോ, NSS കരയോഗം മീറ്റിംഗ് ആണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടെ മുന്നോക്കക്ഷേമ വകുപ്പ് അതും ക്യാബിനറ്റ് പദവിയാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അതൊന്നും ചർച്ച പോലും വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രി ഇഴവനായാൽ മതി. അതെ അതെ അതെ. പക്ഷേ അതായത് ഹിന്ദുത്വയ്ക്ക് നല്ലതാണ്. കാരണം ഹിന്ദുത്വയ്ക്ക് ആവശ്യമുള്ളതൊക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ നടപ്പിലായി കൊടുക്കുന്നുണ്ട്. സവർണ്ണ സംവരണം നടപ്പിലായി കൊടുത്ത് മുന്നേക്ഷേമ വകുപ്പിന് 80 കോടി കൊടുക്കും. പിന്നെ അഗ്രഹാരങ്ങൾക്ക് 8 ലക്ഷം കൊടുക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് 2 ലക്ഷം കൊടുക്കും. അങ്ങനെ അവർക്ക് ആവശ്യം ഇതൊക്കെ നടപ്പിലാവുന്നുണ്ട്. ഇപ്പോൾ TG മോഹൻദാസാണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ എവിടെ പറയുന്നത് ഞാൻ കേട്ട്, BJP ഒന്നും ഭരിക്കേണ്ട കാര്യമില്ല കേരളത്തിൽ. കാരണം CPM ഉള്ള പിന്നെ BJP. അതെ അതെ. വേറെ അർത്ഥത്തിൽ CPM എന്ന് പറഞ്ഞൊരു സവർണ്ണ ഹിന്ദു പാർട്ടി ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ അടിമയായിട്ട് CPI ഉള്ളപ്പോൾ ഈ ഹിന്ദുത്വ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളപ്പോൾ പിന്നെ BJP CPM സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടക്കച്ചവടമായിരിക്കും. കാരണം ഈ CPM പറയുന്നതിനേക്കാൾ തീവ്രമായിട്ട് BJP പറയുന്നുണ്ടല്ലോ. പിന്നെ നമുക്കതുപോലെ എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ അണികൾ ചിന്തിക്കും. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭീകരമായ നഷ്ടമാണ് വരാൻ പോകുന്നത്. ഉറപ്പായിട്ടുണ്ടാവും. അതവർ പരിശോധിച്ചില്ലെങ്കിൽ എന്തായാലും CPM ഉം CPI ഒക്കെ നശിച്ച് നാമാവശേഷമാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരൊരു തിരുത്തൽ പ്രക്രിയയും കൂടി അവർ തയ്യാറാവേണ്ടതുണ്ട്. കാരണം ഈ കേരളം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നു പോകണേ നന്നായിട്ട് അത് അവരും കൂടി. പക്ഷെ അവരത് ഇന്ന് പഠിക്കണം. ഈ സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ മലയാള സിനിമകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു സവർണാധിപത്യം ഒരു കാലത്ത് നിരന്തരമായിട്ട് നിലനിന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അതിന് ചെറിയ മാറ്റങ്ങൾ വന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് എനിക്ക് സത്യത്തിൽ വ്യക്തിപരമായിട്ട് അർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാൽ സിനിമാ മേഖലയിലും ഈ അർത്ഥത്തിലുള്ള പ്രാതിനിധ്യ കുറവൊക്കെ ഉണ്ട് ചിലയിടങ്ങളിൽ. നമുക്കിപ്പോൾ ആർട്ട്, അതുപോലെ ലൈറ്റ് യൂണിറ്റ്, ഇത്തരം മേഖലകളിലൊക്കെ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാവും. അവിടെ ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഹരിതകർമ്മസേനയ്ക്കും മുനിസിപ്പാലിറ്റിയിലെ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ എടുത്തു നോക്കിയാൽ കാണുന്ന വിഭാഗങ്ങൾ പോലുള്ള വിഭാഗങ്ങളായിരിക്കും 90%. വലിയ മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സിനിമയുടെ കണ്ടന്റുകളിലൊക്കെ വലിയ മാറ്റം വരും. പക്ഷെ എന്നാലും ഇത് നിൽക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ നോക്കി കാണുമ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമയിൽ നിന്ന് ആ അർത്ഥത്തിലുള്ളത് നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പം അത് മാത്രമല്ല, എൻ്റെ ഒരു കാരണം ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് കരുത്തോടെ പറയാൻ പണ്ടൊക്കെ അത് പറയാൻ ഭയമായിരുന്നു. അതൊക്കെ ഉയർന്നു വരുന്നത് വളരെ പോസിറ്റീവാണ്. ഇപ്പം സത്യത്തിൽ പറഞ്ഞാൽ ഒരു പിന്നോക്ക സമുദായക്കാരനായി എനിക്ക് വരെ അത് ധൈര്യം പകർന്നു നൽകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യസന്ധമായ ഉത്തരം. എന്തായാലും കേരളത്തിൽ ഉറക്കെ പറയേണ്ട ഒരു രാഷ്ട്രീയത്തെയാണ് അങ്ങ് പ്രതിനിധീകരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം പറയുന്ന ഞാൻ പറയാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവർണ്ണ സംവരണം എന്ന ക്രൂരതയ്ക്കെതിരെ നിലപാടുള്ള ലൈസൻസ് വേണമെന്ന അഭിപ്രായമുള്ളവരെ ആരെയിട്ടും നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോയി ശ്രീനാരായണ ദർശന വേദി കൂടെ ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ മുന്നോട്ട് പോവുകയും അതിന് ഏതറ്റം വരെയുള്ള പോരാട്ടങ്ങൾക്കും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമയിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കലർത്തിയിട്ടുള്ള പ്രത്യക്ഷ രാഷ്ട്രീയമല്ല, ഇപ്പോൾ ഒരു ജാതി പിള്ളേർ സ്ട്രൈറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു. നേരെ മറിച്ച് ഇനിയുള്ള സിനിമകളിലും ഒരു പൊളിറ്റിക്കൽ എൻ്റർടൈനറുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. എന്തായാലും താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി.